நல்லா இருக்கு நல்லா இருக்கு. எப்படி தியானோட ஆக்டிங் எல்லாம் நல்லா இருக்கு. അയ്യോ ഇത്ര തല്ലിപ്പള്ളി പടം വേറെ ഒരു പടവും ഇല്ല. പടം എന്താണ് ഇഷ്ടപ്പെട്ട പടത്തിൽ? പടം എന്താണ് ഇഷ്ടപ്പെട്ടത്? എടാ എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ല ഇഷ്ടം. എല്ലാം അടിപൊളി പടം. ശരിക്കും എല്ലാവരും അഭിനയമൊക്കെ എങ്ങനെയുണ്ട്? നല്ല പടമല്ല. എങ്ങനെയുണ്ട്? കൊള്ളാം. എങ്ങനെയുണ്ട്? എന്താണ് ഇഷ്ടപ്പെട്ട പടത്തിൽ? എല്ലാം ഇഷ്ടപ്പെട്ട്. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ലതുണ്ട്. കുഴപ്പമില്ല, നല്ല സിനിമ, എങ്ങനെയുണ്ട്? നല്ല പടം. എനിക്ക് ഇഷ്ടപ്പെട്ട്. നല്ലൊരു പയ്യൻ്റെ പുതിയ പടം. കൊള്ളാം. എല്ലാവരുടെ അഭിനയവും കാര്യങ്ങളൊക്കെ നല്ല വിജയരാഘവനും നല്ല പടം. ശരിക്കും എന്താണ് ഒരു വളയെ വെച്ചുള്ള സംഭവമാണ് കണക്ട് ആയത്. കറക്റ്റായി, അത് നല്ല പടം. പടത്തിൽ വേറെ എന്താണ് എടുത്തു പറയാൻ തോന്നിയത്? എടുത്ത് പറയാന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഒന്ന് കാണാൻ പോലെയുള്ള ഒരു സിനിമ. വലിയ നടന്മാരില്ലല്ലോ, ചെറിയ വെറൈറ്റി തന്നെ. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. കൊള്ളത്തില്ല, ഇല്ല അതിൽ കാര്യമായിട്ടൊന്നുമില്ല, വെറുതെ ചുമ്മാ തമാശ. എങ്ങനെയുണ്ട് ധ്യാനം കുഴപ്പമില്ല, നമ്മുടെ അഭിനയിച്ച കാര്യം കുഴപ്പമില്ല, പക്ഷേ സ്റ്റോറി ഒന്നുമില്ല, ഒന്നും പറയാൻ പറ്റത്തില്ല. ബിലോ ആവറേജ്, അത്രേ ഉള്ളൂ. പടം എങ്ങനെയുണ്ട്? കൊള്ളാം കൊള്ളാം. ചേട്ടാ എങ്ങനെയുണ്ട്? കൊള്ളാം. മൂവിയായിട്ട് തോന്നും. ധ്യാനൊക്കെ എങ്ങനെയുണ്ട്? എന്തോ ധ്യാനല്ല നല്ലത്. സൂപ്പർ പടം. അവർക്കുള്ള ഇതിനകത്ത് ആളില്ലാത്തതുകൊണ്ട് ഈ സിനിമ എന്താണെന്ന് മനസ്സിലാക്കണം. ഇതിൽ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒരു തലയുണ്ട്, അമ്മക്കും ഒരു തലയുണ്ട്. അതിൽ അവരുടെ അറിവ് നമ്മൾ പകരണം. അതാണ്. അല്ല 150 രൂപയല്ല വലുത്. 150 രൂപ കൊണ്ട് ഇതുപോലെ സ്ക്രിപ്റ്റ് അവരെ കൂടെ തയ്യാറാക്കാൻ ഒക്കുമോ? അത് ആസ്വദിക്കാനുള്ള ഒരു എളിമ നമ്മുടെ ഇതിൽ വേണം. ഇവർക്കുള്ള ടിക്കറ്റ് ഊളംപാറ കുതിരോട്ടത്തേക്ക് അല്ല, ഇവിടത്തേക്ക്. ഇതിൽ എനിക്ക് പറയാൻ ഇതല്ലേ ആദ്യമേ ഞാൻ പറഞ്ഞത്. 150 രൂപയോ 1500 കോടി രൂപയോ ചിലവാക്കി നമ്മളെ കൊണ്ട് സ്ക്രിപ്റ്റ് തയ്യാറാക്കാൻ ഒക്കുമോ? ഇത് ജന്മസിദ്ധമായ ഒരു കഴിവാണ്. അത് നമ്മൾ ആസ്വദിക്കുക എന്നുള്ളതാണ് ഒരു കലാകാരൻ്റെ തത്വം. ജീവിതത്തിനകത്ത് പുതുമ വല്ലതും ഉണ്ടോ? നമ്മുടെ ജീവിതത്തിനകത്ത് വല്ല പുതുമയുണ്ടോ? രാവിലെ ഉദിക്കുന്നു, വീണ്ടും അസ്തമിക്കുന്നു, അതിൽ പുതുമ വല്ലതും ഉണ്ടോ? അതുപോലായി കാര്യങ്ങൾ. എങ്ങനെയുണ്ട് അഭിനയമൊക്കെ? എങ്ങനെയുണ്ട്? സിനിമയെ പറ്റി പറഞ്ഞാൽ സിനിമ സിനിമയാണ്. അതിനകത്ത് കഥ വരും, പാട്ട് വരും, അഭിനയം വരും, എല്ലാം വരും. ഒരു സിനിമയിലൊരു മോഷണം കണ്ടു, നമ്മൾ അത് അനുവദിക്കാറുണ്ടോ? നമ്മുടെ മുമ്പിൽ അത് നിയമപരമായി നമ്മളകത്തു. സിനിമയെ കാണുന്നതൊക്കെ നമ്മൾ കാണിക്കാൻ ഒക്കും. ഞാനൊരു കാര്യം ചോദിക്കുമ്പോൾ വിഷമിക്കരുത്. ഇതിൻ്റെ പണം മുടക്കിയ ആളുകളുണ്ട്. അദ്ദേഹത്തിനോട് നമ്പർ വേണമെങ്കിൽ ഞാൻ തരാം. നേരിട്ടൊന്ന് ചോദിച്ചു, സാർ ഇപ്പോൾ ഇവിടെ ഉണ്ട്, ശ്വാസങ്ങളത്തുണ്ട്. അതാണ് ഈ 150 കോടി രൂപ ചിലവാക്കിയ അദ്ദേഹമാണ്. ഇത് ഹിമാലയത്തിൻ്റെ പ്രദേശങ്ങളാണ് ഈ ലൊക്കേഷനൊക്കെ. പണം മുടക്കിയ അദ്ദേഹം ശ്വാസമംഗലത്ത് താമസമുണ്ട്, ഞാൻ തരാം. അദ്ദേഹത്തിനോട് നേരിട്ട് ചോദിച്ചാൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക്